ഡൽഹിയിൽ നിന്ന് നമുക്ക് തത്സമയം വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഡൽഹിയിൽ നേതാക്കൾ ഡൽഹിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നിതിൻ ഗഡ്കരിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കണ്ടിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മുഖ്യമന്ത്രി തത്സമയം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. വയനാടിന് അധിക സഹായം അടക്കമുള്ള കേന്ദ്രത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ കൂടിക്കാഴ്ചകളായിരുന്നു ഈ 2 ദിവസം നടന്നിരുന്നത്. ഈ പ്രധാനമന്ത്രിയെ കണ്ട ശേഷം അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കേരള ഹൗസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെ 5 കേന്ദ്രമന്ത്രിമാരെ നേരിൽ കാണുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ വിഷയങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സംസ്ഥാനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഏറെ കാലമായി ഉന്നയിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ, ഇവയെല്ലാം നിവേദനങ്ങളായി നൽകിയിട്ടുണ്ട്. നേരിൽ കണ്ടപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ച് പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. അതിൽ കേരളത്തിന്റെ പുരോഗതി, ദുരിതാശ്വാസം, സാമ്പത്തിക സ്ഥിതി, അങ്ങനെയുള്ള ഗൗരവമായ വിഷയങ്ങളിൽ അടിയന്തരമായ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. 4 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാം പ്രധാനം തന്നെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസം, അതിന് NDRF-ൽ നിന്ന്, ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 2221 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ്. അത് ഇപ്പൊ ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി. ഇത് വായ്പയായി കണക്കാക്കരുത്, ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ഗ്രാന്റായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത്. അതോടൊപ്പം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കേന്ദ്രം കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയ വെട്ടിക്കുറവ് ഇല്ലാതാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ പിന്തുണ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ കടമെടുപ്പ് ശേഷി പുനഃസ്ഥാപിക്കല്, IGST റിക്കവറി തിരികെ നൽകല്, ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് ഏർപ്പെടുത്തിയ വെട്ടിക്കുറവ്, ഇവയെല്ലാം മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ GSTPയുടെ 0.5% അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ദേശീയപാതയ്ക്ക് വേണ്ടി
ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിന്റെ 25% സംസ്ഥാനം വഹിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതിന്റെ ഭാഗമായി സംസ്ഥാനം നൽകിയ പണമുണ്ട്. അതിന് മറ്റൊരു പരിഗണനയിൽ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ആ തുക അത് കിഫ്ബി നൽകിയ തുകയാണ്. അപ്പൊ അത് വലിയ തോതിൽ ഇരട്ടപ്രഹരമായി സംസ്ഥാനത്തിന് വരുന്നതാണ്. അതുകൊണ്ട് അതില് ആ തുക എടുക്കുന്നതിന് അനുവദിക്കണം, കടമെടുക്കുന്നതിന് അനുവദിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ദീർഘകാലമായ കേരളത്തിന്റെ ആവശ്യമാണ്. അത് കോഴിക്കോട് കിനാലൂരിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എയിംസ് സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം. ഇത് നേരത്തെ എയിംസിനു വേണ്ടി 4 സ്ഥലങ്ങൾ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് പറഞ്ഞു, നിങ്ങൾ 4 എണ്ണമായി പറഞ്ഞാൽ ശരിയാവില്ല, ഒരു സ്ഥലം പറയണം. അങ്ങനെയാണ് കോഴിക്കോട് എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. അപ്പോ കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എല്ലാ തവണയും കാണുമ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കാറുണ്ട്. അതും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.